എടാ അതെ, പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ +2 എക്സാം ഒക്കെ എടുത്ത് നിൽക്കുന്നതല്ലേ. ഇപ്പോൾ +2 ഏത് സ്കീമാണെങ്കിലും, ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ശരി, കൊമേഴ്സ് ആണെങ്കിലും ശരി, പിന്നെ വേറെ ഏത് വെർട്ടിക്കലാണെങ്കിലും ശരി, നിങ്ങൾക്ക് സെർബിയയിൽ പോയിട്ട് ഡിഗ്രി എടുക്കാം. അത് സെൻട്രൽ യൂറോപ്യൻ കൺട്രി ആയ സെർബിയയിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് കൊണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കുന്ന ഏകദേശം ആ എമൗണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി എടുത്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഈ രണ്ട് ഓപ്ഷൻസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ മൂന്നാമത്തെ, നിങ്ങൾക്ക് അവിടുന്ന് ഇറാസ്മസിൻ്റെ കണ്ടറിലായതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് യൂറോപ്പ് കൺട്രീസിലേക്ക് ഈസി ടു മൈഗ്രേറ്റ്, അതായത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പല കൺട്രീസിലേക്ക്, ബാക്കിയുള്ള യൂറോപ്പ് കൺട്രീസിലേക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡിഗ്രി വളരെ വാല്യൂ ആണ്. അത് യൂറോപ്യൻ ഡിഗ്രി ആയതുകൊണ്ട് അത് എല്ലാ യൂറോപ്പ് കൺട്രീസിലും ഒരേ വാല്യൂ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പല രാജ്യങ്ങളിലും പോയിട്ട് എന്ത് ചെയ്യാം, യൂറോപ്പിൻ്റെ എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഡിഗ്രിയാണ്. ഈ അവസരം നിങ്ങൾ മിസ്സാക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് അയച്ചോളൂ. ഇത് മാക്സിമം എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുക്കും. പുതിയ പുതിയ, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കുന്ന ഒരുപാട് കോഴ്സുകൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിനകത്ത് ഉണ്ടെന്നുള്ളത്. അത് യൂറോപ്പിൻ്റെ പഴയ യൂണിവേഴ്സിറ്റികളാണ്. അവരുടെ പിന്നെ ഇപ്പോൾ ന്യൂ എനർജി, ബാച്ചലർ ഓഫ് ന്യൂ എനർജി എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള, അതായത് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ലോകം പോകുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിഗ്രികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. +2 കൊമേഴ്സുകാർക്കും അത് ഹ്യൂമാനിറ്റീസുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ, എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ.